നമസ്കാരം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. പണ്ട് പവന് 10,000-ഉം 20,000-ഉം ആയിരുന്നപ്പോൾ വില കൂടുമെന്ന് കരുതി വാങ്ങിവെച്ചവർ ഇന്ന് ലാഭത്തിലാണ്. എന്നാൽ ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ സാധാരണക്കാരന്റെ ഒരു മാസത്തെ ശമ്പളം തികയാത്ത അവസ്ഥയാണ്. സ്വർണം മാത്രമല്ല, നിശബ്ദനായിരുന്ന വെള്ളി അഥവാ സിൽവറും ഇപ്പോൾ സ്വർണത്തിനൊപ്പം മത്സരയോട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് എങ്ങോട്ടാണ് പോകുന്നത്? സാധാരണക്കാരന്റെ ജീവിതത്തെ ഇത് എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുന്നു? ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പണക്കാരന് സ്വർണം ഒരു നിക്ഷേപമാണെങ്കിൽ സാധാരണക്കാരന് അത് തന്റെ മകളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ അത്യാവശ്യഘട്ടത്തിൽ പണയം വെക്കാനോ ഉള്ള ഒരു അവസാന ആശ്രയമാണ്. വിവാഹങ്ങൾ പ്രതിസന്ധിയിൽ സാധാരണ കുടുംബങ്ങൾ വർഷങ്ങളോളം പണിയെടുത്താണ് മക്കളുടെ കല്യാണത്തിന് സ്വർണം കരുതാറുള്ളത്. വില ഇത്രയും വർദ്ധിക്കുമ്പോൾ പ്ലാൻ ചെയ്ത സ്വർണം വാങ്ങാൻ കഴിയാതെ പലരും വിവാഹങ്ങൾ ലളിതമാക്കാനോ കടം വാങ്ങാനോ നിർബന്ധിതരാകുന്നു. മറ്റ് സാധനങ്ങളുടെ വിലക്കയറ്റം, സ്വർണ്ണവില കൂടുന്നത് പരോക്ഷമായി പണപ്പെരുപ്പത്തിന്, ഇൻഫ്ലേഷൻ കാരണമാകുന്നു. സ്വർണ്ണവില ഉയരാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1. അമേരിക്കൻ വിപണിയും ഡോളറും. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളർ ദുർബലമാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നു. അമേരിക്കയിലെ പലിശ നിരക്കുകളിൽ ഫീഡ് റേറ്റ്സ് വരുന്ന മാറ്റം സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്നു. 2. ആഗോള യുദ്ധങ്ങളും അനിശ്ചിതത്വവും. യുക്രൈൻ, റഷ്യ, മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ ലോകരാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ ഡോളറിനു പകരം സ്വർണം കരുതിവെക്കാൻ തുടങ്ങുന്നു. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻതോതിൽ സ്വർണം വാരിക്കൂട്ടുന്നത് വില ഉയരാൻ കാരണമാകുന്നു. 3. ഇന്ത്യയിലെ ഡിമാൻഡ്. നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വർണം വെറുമൊരു ലോഹമല്ല, അതൊരു വികാരമാണ്. വിവാഹ സീസണുകളും ആഘോഷങ്ങളും വരുമ്പോൾ ഡിമാൻഡ് കൂടുന്നതും വിലയെ സ്വാധീനിക്കുന്നു. എന്തുകൊണ്ടാണ് വെള്ളി പെട്ടെന്ന് ഇത്ര ഡിമാൻഡ് ഉള്ളതായി മാറിയത്? ഇതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ ചൈനയിലേക്ക് നോക്കണം. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്. സ്വർണം ഒരു ആഭരണമാണെങ്കിൽ വെള്ളി ഒരു ടെക്നോളജി മെറ്റൽ ആണ്. ലോകം ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും EV, സോളാർ പാനലുകളിലേക്കും മാറുകയാണ്. ഈ പാനലുകൾ നിർമ്മിക്കാൻ വൻതോതിൽ വെള്ളി ആവശ്യമാണ്. ചൈനയുടെ നീക്കം. ലോകത്തിലെ സോളാർ പാനൽ നിർമ്മാണത്തിന്റെ സിംഹഭാഗവും ചൈനയിലാണ്. ചൈനീസ് വ്യവസായ മേഖല ഉണർന്നതോടെ അവർ വൻതോതിൽ വെള്ളി സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. ഡിമാൻഡ് കൂടി, സപ്ലൈ കുറഞ്ഞു. ഫലം, വെള്ളിയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു. ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? അത് പാവപ്പെട്ട സാധാരണക്കാരനെയാണ്. വിവാഹ പ്രതിസന്ധി. പണ്ട് 10 പവൻ വാങ്ങിയ പൈസയ്ക്ക് ഇന്ന് 5 പവൻ പോലും കിട്ടാത്ത അവസ്ഥ. ഒരു മകളുടെ വിവാഹം പ്ലാൻ ചെയ്യുന്ന പിതാവിനോട് ചോദിച്ചാൽ അറിയാം ഈ വിലക്കയറ്റത്തിന്റെ വേദന. സിൽവർ ഇൻവെസ്റ്റ്മെന്റ്. സ്വർണം വാങ്ങാൻ കഴിയാത്തവർ വെള്ളിയെങ്കിലും വാങ്ങിവെക്കാം എന്ന് കരുതിയാൽ അവിടെയും ഇപ്പോൾ രക്ഷയില്ല. സാധാരണക്കാരന്റെ സമ്പാദ്യശീലം തന്നെ ഈ വിലക്കയറ്റം ഇല്ലാതാക്കുന്നു. കടക്കെണി. ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം വലിയ തുക പലിശയ്ക്ക് എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്ര കാലം ഈ കുതിപ്പ് തുടരും? യുദ്ധസാഹചര്യങ്ങളും ആഗോള സാമ്പത്തിക അസ്ഥിരതയും നിലനിൽക്കുന്നിടത്തോളം സ്വർണവും വെള്ളിയും താഴാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് വെള്ളി ഭാവിയിലെ പുതിയ സ്വർണം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് സ്വർണവും വെള്ളിയും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ വിപണിയിലെ ചെറിയ ഇടിവുകൾ, പ്രൈസ് ഡിപ്സ് ശ്രദ്ധിക്കുക. വിവാഹ ആവശ്യങ്ങൾ ഉള്ളവർ ഒന്നിച്ച് സ്വർണം വാങ്ങാതെ ഗോൾഡ് സ്കീമുകൾ വഴിയോ കുറഞ്ഞ അളവിൽ കൃത്യമായ ഇടവേളകളിലോ വാങ്ങിവെക്കുക. നിക്ഷേപമായി കാണുന്നവർ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പരിഗണിക്കുക. അമിതമായി പരിഭ്രാന്തരാകാതെ വിപണിയെ നിരീക്ഷിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ടു പോവുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.